ഇടതുപക്ഷ സർക്കാരിലും ഗോവിന്ദചാമിക്ക് ബെസ്റ്റിയുണ്ട് എന്ന് കരുതേണ്ടി വരും. പാർട്ടി നിയന്ത്രണത്തിലിരിക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഒരു ഈച്ച പോലും അനങ്ങാൻ വിടാത്ത ഒരു സാഹചര്യത്തിലാണ് ഒറ്റക്കയ്യൻ ചാമിയാകട്ടെ അവിടുത്തെ സെല്ലിന്റെ അഴികൾ മുറിച്ചുകൊണ്ട് 4 ആൾ പൊക്കത്തിലുള്ള മതിൽ ചാടിക്കടന്നു എന്ന് പറയുന്നത്. അല്ല, അങ്ങനെ പറഞ്ഞാൽ തന്നെ കണ്ണും പൂട്ടി വെള്ളം തൊടാതെ വിഴുങ്ങാൻ തക്ക വിഡ്ഢികളൊന്നുമല്ല ഇവിടെ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ എന്നതുകൂടെ മനസ്സിലാക്കണം. ഗോവിന്ദചാമിയുടെ ചാട്ടം ഇവിടുത്തെ ഇടതുപക്ഷവും പിണറായി സർക്കാരും അറിയാതെ നടക്കില്ല എന്ന് വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യർ. അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഇടതുപക്ഷ സർക്കാരിൽ ഗോവിന്ദചാമിക്കും ബെസ്റ്റിയുണ്ട് എന്ന് തോന്നുന്നത്. CPM-ന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പാർട്ടി അറിയാതെ ഈച്ച പോലും പുറത്തു കടക്കില്ല. പിന്നെയല്ലേ ഗോവിന്ദചാമി ഒറ്റ കൈയും വെച്ച് സെല്ല് മുറിച്ച് 4 ആൾ പൊക്കത്തിലുള്ള മതിൽ മുണ്ടുകൾ ചേർത്ത് കെട്ടി വടമുണ്ടാക്കി എറിഞ്ഞു അത് പിടിച്ചുകൊണ്ട് വൈദ്യുതി വേലിയിൽ തട്ടാതെ തന്നെ ജയിൽ ചാടുന്നത്. ഇതിൻ്റെ ക്രെഡിറ്റും പിണറായി അങ്ങ് വെച്ചാൽ മതി. അതേസമയം ജയിൽ ചാട്ടത്തിന് വേണ്ടി 20 ദിവസത്തിലേറെയായി തന്നെ ഗോവിന്ദചാമി തയ്യാറെടുത്തിരിക്കുകയായിരുന്നുവെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിയുടെ കയ്യിൽ നിന്ന് ചെറിയ ആയുധങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നും എന്നാൽ ഇത് പരിശോധിച്ചു വരികയാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് പുലർച്ചെ 1:15-ഓടെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത്. രാവിലെ 7:10-ഓടെയാണ് ജയിൽ അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചത്. കേരളത്തെ ഞെട്ടിച്ച വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷയായിരുന്നു ഗോവിന്ദചാമിക്ക് ലഭിച്ചത്. സെല്ലിന്റെ രക്ഷപ്പെട്ട ഇരുമ്പ് കമ്പി അറുത്തുമാറ്റിയാണ് ഗോവിന്ദചാമി രക്ഷപ്പെട്ടിരിക്കുന്നത്. വസ്ത്രം അഴിച്ചുമാറ്റി കൂട്ടിക്കെട്ടി മതിലിന് മുകളിലേക്ക് എറിഞ്ഞ് അതുവഴി രക്ഷപ്പെടുകയായിരുന്നു. ആകാശവാണിയുടെ സമീപത്തെ മതിലാണ് ചാടിക്കടന്നത്. ഒറ്റയ്ക്കുള്ള ഗോവിന്ദചാമിക്ക് പുറത്തുനിന്ന് രക്ഷപ്പെടാൻ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. അതുപോലെ തന്നെ ക്വാറന്റൈൻ ബ്ലോക്കിന് സമീപത്തു കൂടിയാണ് രക്ഷപ്പെട്ടിരിക്കുന്നതും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം. ഇതിൽ ഗോവിന്ദചാമിയുടെ ചാട്ടം അത് ബോധപൂർവം തന്നെ ചാടിയതാണോ എന്നതടക്കമുള്ള വിലയിരുത്തലുകൾ ഇന്ന് രാവിലെ മുതൽ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ സോഷ്യൽ ആക്ടിവിസ്റ്റുകളൊക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തന്നെയാണ് ഇക്കാര്യങ്ങൾ പുറത്തു പറയുന്നത്. എന്നാൽ ഇവരെല്ലാവരും വിരൽ ചൂണ്ടുന്നതാകട്ടെ CPM-ന്റെ ആ ഒരു പാർട്ടിയുടെ അനാസ്ഥയും അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല ആഭ്യന്തര വകുപ്പിന്റെ വലിയൊരു വീഴ്ച തന്നെയാണ് എന്നതാണ് ഇവർ വിലയിരുത്തുന്നതും. സോഷ്യൽ ആക്ടിവിസ്റ്റായ അഞ്ജു പാർവതി പോലും സമാനമായ വിലയിരുത്തലുകളാണ് ഇതിലൂടെ നടത്തിയിരിക്കുന്നത്. വെറും ജയിൽ ചാട്ടമല്ല, എല്ലാം മുൻകൂട്ടി സെറ്റ് ചെയ്ത് അത് കൊടുത്തിട്ടുള്ള രക്ഷപ്പെടൽ എന്നത് തന്നെ പറയേണ്ടി വരും. തമിഴൻ കൊടും ക്രിമിനൽ ഒറ്റയ്ക്ക് കിടന്നാൽ ഉറക്കം വരാത്തതുകൊണ്ട് തന്നെ കൃത്യമായി ആകട്ടെ ഗോവിന്ദചാമിയുടെ സെല്ലിൽ ഒരു സഹതടവുകാരനായ തമിഴ്നാട്ടുകാരനെ തന്നെ കൊണ്ടിട്ടു. കമ്പി മുറിച്ച് അവൻ ജയിൽ ചാടിയിട്ടും ആ സഹമുറിയനാകട്ടെ ഇതൊന്നും അറിഞ്ഞില്ല. ഉറങ്ങിപ്പോയത്രേ എന്നാണ് പറയുന്നത്. അല്ലാതെ ഒറ്റയ്ക്ക് അയാൾ ഉറക്കം നടിച്ച് കിടന്നതല്ല. ശേഷം ഒരു നീളൻ തുണിയുടെ സഹായത്തോടു കൂടി തന്നെ ജയിലിലെ മതിൽ ഗോവിന്ദചാമി അങ്ങ് ചാടിക്കടന്നു എന്നും പറയുന്നു. അതീവ സുരക്ഷാ ബ്ലോക്കിൽ തുണി എങ്ങനെ വന്നു എന്ന ചോദ്യം ഇവിടെ നിരോധിച്ചിരിക്കുകയാണ്. 1:30-ക്ക് ചാടിയ അവനാകട്ടെ എത്തേണ്ടിടത്ത് എത്തിയെന്ന് ഉറപ്പാക്കാൻ വേണ്ടപ്പെട്ട ആളുകൾക്ക് കിട്ടിയ ശേഷം 7 മണിക്ക് ജയിൽ അധികൃതർ അറിഞ്ഞ ചരിത്രപരമായ ജയിൽ ചാട്ടം നോക്കണേ. ഒറ്റക്കയ്യനായ ഒരുത്തൻ അവിടെ ട്രെയിനിൽ നിന്ന് എങ്ങനെ ഒരു പെൺകുട്ടിയെ തള്ളിയിടാൻ കഴിയുമെന്ന ഒറ്റ സംശയം കൊണ്ട് മാത്രം വധശിക്ഷ വേണ്ട, ജീവൻ പര്യന്തം മതി എന്ന് ചിന്തിച്ച നീതിപീഠമാണ് നമ്മുടേത്. ഇപ്പോൾ ഈ സംശയവും ഗോവിന്ദചാമി എന്ന ചാർലി ദൂരീകരിക്കുകയാണ്. പിന്നീട് ചാടിയ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ ആയാലും അതായതുകൊണ്ട് തന്നെ മിക്കവാറുമുള്ള വിപ്ലവ സിംഹങ്ങൾക്ക് ചെല്ലും ചിലവും സുഖചികിത്സയും കിട്ടുന്ന ഇവിടെ അത് ആയതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചൊന്നും സെൻസിറ്റീവ് സിദ്ധാന്തങ്ങളെക്കുറിച്ചൊന്നും ഇവിടെ നമുക്ക് ഒരു സംശയവുമില്ല എന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ വിലയിരുത്തലുകൾ എല്ലാം ചൂണ്ടുന്നത് ഇടതുപക്ഷത്തിലേക്ക് തന്നെയാണ് എന്നതാണ് വ്യക്തമാവുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.